മിഥുൻ പഠിച്ച ക്ലാസ് മുറിയിൽ ഒക്കെ ആളുകൾ ഇപ്പോൾ തടിച്ചുകൂടിയിരിക്കുന്നു. സ്കൂളിൻ്റെ 2ാം നിലയിലുമൊക്കെ ആൾക്കൂട്ടത്തെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇപ്പോഴും പുറത്ത് നീണ്ട നിര തന്നെയാണ്. വലിയ ക്യൂ ആയിട്ട് ആളുകൾ അവിടേക്ക് എത്തുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എത്രയും പെട്ടെന്ന് ഈ പൊതുദർശനം അവസാനിപ്പിച്ച് മൃതദേഹം വസതിയിലേക്ക് കൊണ്ടുപോകേണ്ടതുണ്ട്. അവിടെയാണ് സംസ്കാര ചടങ്ങുകൾ അടക്കം ക്രമീകരിച്ചിട്ടുള്ളത്. ഒപ്പം മിഥുൻ്റെ അമ്മ സുജ നാട്ടിൽ എത്തിയിട്ടുണ്ട്. രാവിലെ 9 മണിക്കാണ് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ എത്തിയത്. ഒരു പക്ഷേ അല്പസമയത്തിനകം തന്നെ മൃതദേഹം വീട്ടിലേക്ക് കൊണ്ടുപോകുമെന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. ഇപ്പോൾ മിഥുൻ്റെ ഭൗതിക ശരീരം വഹിച്ചു കൊണ്ടുവന്ന ആംബുലൻസ് വീണ്ടും സ്കൂൾ അങ്കണത്തിലേക്ക് പ്രവേശിപ്പിക്കുന്നുണ്ട്. ഒരു പക്ഷേ മൃതദേഹം അവിടെ നിന്ന് കൊണ്ടുപോകുന്നതിന് വേണ്ടിയാകണം എന്നാണ് നമുക്ക് പ്രതീക്ഷിക്കേണ്ടത്. അപ്പോഴും ആളുകൾ എത്തിക്കൊണ്ടേ ഇരിക്കുന്നു. നമുക്ക് കാണാൻ സാധിക്കുന്നത് തേവലക്കര സ്കൂളിൻ്റെ പ്രധാന പ്രവേശന കവാടം ആണ്. ആ കവാടത്തിൽ നിന്നുള്ള ദൃശ്യങ്ങളിൽ വ്യക്തമാണ് ആളുകൾ ഇപ്പോഴും അവിടേക്ക് എത്തിക്കൊണ്ടേ ഇരിക്കുന്നു. മിഥുനെ ഒരു നോക്ക് കാണുന്നതിന് വേണ്ടി ആളുകൾ ഇപ്പോഴും എത്തിക്കൊണ്ടേ ഇരിക്കുകയാണ്. നേരത്തെ കോരിച്ചൊരിയുന്ന മഴയായിരുന്നു, ഇപ്പോൾ മഴ മാറി നിൽക്കുന്നു. സ്ത്രീകളും കുട്ടികളും ഒക്കെ ഉൾപ്പെടുന്ന ആളുകളെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. മൃതദേഹം അവിടെ നിന്ന് കൊണ്ടുപോകുന്നതിന് മുമ്പ് ഒരു നോക്ക് കാണാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ആളുകൾ എത്തിക്കൊണ്ടേ ഇരിക്കുന്നത്. അങ്ങനെ പൊതുദർശനം അവസാന മണിക്കൂറുകളിലേക്ക് കടക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. രാവിലെ 10 മണിക്ക് പൊതുദർശനം ആരംഭിക്കും എന്ന മട്ടിൽ ആയിരുന്നു, എന്ന തരത്തിലായിരുന്നു ക്രമീകരിച്ചിരുന്നത്. എങ്കിലും 11 മണിക്ക് ശേഷം മാത്രമാണ് മൃതദേഹം പൊതുദർശനത്തിനായി ഈ സ്കൂൾ മുറ്റത്തേക്ക് എത്തിക്കാൻ സാധിച്ചത്. കാരണം ആശുപത്രിയിൽ നിന്ന് മൃതദേഹം ആംബുലൻസിലേക്ക് മാറ്റിയത് മുതൽ ആളുകളുടെ നിലയ്ക്കാത്ത പ്രവാഹമായിരുന്നു. ആശുപത്രിയിലും വലിയ ആൾക്കൂട്ടം എത്തിയിരുന്നു. പിന്നീട് മൃതദേഹം കടന്നു വന്ന വഴികളിലും നിരവധിയായി ആളുകൾ കാത്തുനിന്നിരുന്നു. അവർക്കെല്ലാം അന്ത്യോപചാരം അർപ്പിക്കാൻ അവസരം നൽകിക്കൊണ്ടാണ് ആംബുലൻസ് കടന്നു വന്നത്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം എത്രയോ ആളുകൾ ആണ്, സ്ത്രീകളും കുട്ടികളും പ്രായമായവരും ഒക്കെ ഉൾപ്പെടുന്ന വലിയൊരു വിഭാഗം ആളുകൾ അവിടേക്ക് എത്തിക്കൊണ്ടേ ഇരിക്കുന്നു. ആളുകൾ ഇപ്പോഴും അന്ത്യോപചാരം അർപ്പിച്ച് മടങ്ങുന്നതിൻ്റെ ദൃശ്യങ്ങൾ ആണ് കാണാൻ സാധിക്കുന്നത്. വളരെ വേഗം ആളുകളെ കടത്തിവിടുന്നുണ്ട്. ഒരുപക്ഷെ ഒരുപാട് സമയം അവിടെ വൈകിപ്പിക്കാൻ പറ്റുന്ന പശ്ചാത്തലമല്ല ഉള്ളത്. അതുകൊണ്ട് തന്നെ ഈ ജനാവലിയെ നിയന്ത്രിച്ച് വളരെ പെട്ടെന്ന് പൊതുദർശനം പൂർത്തിയാക്കുവാനുള്ള ശ്രമങ്ങൾ അവിടെ നടക്കുന്നുണ്ട്. ആളുകളെ അതിവേഗം മൃതദേഹത്തിന് സമീപം അധിക സമയം ചെലവഴിക്കാൻ അനുവദിക്കുന്നില്ല. വളരെ പെട്ടെന്ന് കണ്ട് മടങ്ങുവാനാണ്. ഒരുപക്ഷെ സഹപാഠികൾ, സ്കൂളിലെ ഒപ്പം പഠിച്ചവരൊക്കെ ആയിരിക്കാം നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത്. അത്രയധികം ആളുകളാണ് എത്തിയിട്ടുള്ളത്. അവർ ആരൊക്കെ എന്നൊന്നും നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നില്ല. പക്ഷേ എല്ലാവരും നിറകണ്ണുകളോടെ ആണ് എത്തുന്നത്. എല്ലാവരും ആ മൃതദേഹത്തിൽ പുഷ്പാർച്ചന നടത്തി വളരെ വേഗം അവർക്ക് മടങ്ങേണ്ടി വരുന്നു എന്നുള്ളതാണ്. ഒരു നോക്ക് കാണുന്നതിന് വേണ്ടിയായിരുന്നു ഇവരെല്ലാവരും അവിടെ ഒത്തുകൂടിയത്, ഒഴുകിയെത്തിയത്. അവർ അന്ത്യോപചാരം അർപ്പിച്ച് മടങ്ങുന്നതിൻ്റെ ദൃശ്യങ്ങൾ ആണ് കാണുന്നത്. കുടുംബാംഗങ്ങളിൽ വലിയൊരു ശതമാനവും ഇപ്പോഴും വീട്ടിനു പരിസരത്ത് ഒക്കെയാണ് ഉള്ളത്. അധികവും പുറത്തു നിന്നുള്ള ആളുകളാണ് ഈ സ്കൂളിലെ പൊതുദർശനത്തിനായി എത്തിയിട്ടുള്ളത്. അതിൽ പലരും മിഥുനെ ഒരു പക്ഷേ ഇതിനു മുമ്പ് കണ്ടിട്ട് പോലും ഉണ്ടാകണം എന്നില്ല. ഇങ്ങനെ ഒരു അപകടം സംഭവിച്ച ഒരു കുട്ടി നാടിനോട് വിട പറയുമ്പോൾ ആ ദുഃഖത്തോടൊപ്പം ചേരാൻ പരിചയക്കാരും അപരിചിതരുമൊക്കെയായ ആളുകൾ അവിടേക്ക് എത്തുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. ആ കുടുംബത്തോടൊപ്പം, ആ സ്കൂളിനോടൊപ്പം. ഒരുപക്ഷെ സ്കൂൾ അധികൃതരും ഇങ്ങനെയൊരു അപകടമൊന്നും പ്രതീക്ഷിച്ചിട്ടുണ്ടാകില്ല. അതുകൊണ്ട് ഏതെങ്കിലും ആളുകളെ കുറ്റപ്പെടുത്തുന്നതിൽ കാര്യമുണ്ടാകില്ല. ഇതൊരു സംവിധാനത്തിൻ്റെ മുഴുവൻ പിഴവായി മാത്രമേ കണക്കാക്കാൻ പറ്റുകയുള്ളൂ. അധ്യാപകർ സങ്കടത്തോടുകൂടി എന്താണ് അവർക്ക് പറയേണ്ടത് എന്നത് അറിയില്ല. മറുപടിയില്ലാത്ത അധ്യാപകരെ നമുക്ക് കാണാൻ സാധിക്കുന്നു. വിങ്ങിപ്പൊട്ടുന്ന അധ്യാപകരെ കാണാൻ സാധിക്കുന്നു. അങ്ങനെ നെഞ്ചുപടയുന്ന വേദനയോടെയാണ് അവർ ആഗ്രഹിക്കാത്ത ഒരു യാത്രയയപ്പ് മിഥുന് ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ നൂറുകണക്കിന് ആളുകൾ മിഥുൻ്റെ ഭൗതിക ശരീരത്തിൽ അന്ത്യാഞ്ജലികൾ അർപ്പിക്കാൻ എത്തിയിട്ടുണ്ട്. തേവലക്കര സ്കൂൾ കണ്ണീർ കടലായി മാറുന്ന സാഹചര്യം ആണ് ഉള്ളത്. ഇപ്പോഴും
നിരവധി ആളുകൾ അന്ത്യാഞ്ജലികൾ അർപ്പിക്കാൻ എത്തിക്കൊണ്ടേ ഇരിക്കുന്നു. പലരെയും ആശ്വസിപ്പിക്കാൻ പറ്റാത്ത സാഹചര്യം. സഹപാഠികൾ, ഒപ്പം കൂട്ടുകൂടി നടന്നവർ, മിഥുനുമായി ഏറ്റവും അടുപ്പം പുലർത്തിയിരുന്ന കൂട്ടുകാർ, എല്ലാ ദിവസവും മിഥുനോടൊപ്പം ഫുട്ബോൾ കളിച്ചിരുന്നവർ, ഒരുമിച്ച് ഇൻ്റർവെൽ സമയത്ത് കളിചിരികൾ പങ്കുവച്ചിരുന്നവർ, ക്ലാസ് മുറിയിൽ ഒരുമിച്ചുണ്ടായിരുന്നവർ, അവർക്കൊക്കെ മിഥുനെ നഷ്ടപ്പെട്ടിരിക്കുന്നു. ഇനി ആ കളിചിരികളിൽ മിഥുൻ ഉണ്ടാകില്ല, ഇനി ആ കളിക്കൂട്ടത്തിൽ മിഥുൻ ഉണ്ടാകില്ല എന്നത് അവർ ഏറെ വേദനയോടുകൂടി തന്നെയാണ് ഉൾക്കൊള്ളുക. അവർക്കൊരു സുഹൃത്തിനെ നഷ്ടമാകുമ്പോൾ ഒരു കൂടപ്പിറപ്പിനെ നഷ്ടമായതിൻ്റെ വേദന ആ കുട്ടികളിൽ ഉണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ എല്ലാം ആ കുട്ടികളുടെ പ്രതികരണങ്ങളിൽ നിന്ന് ആ കുട്ടികൾ ആരോടും മിണ്ടുന്നുണ്ടായിരുന്നില്ല, അവർ ആരോടും പ്രതികരിക്കുന്നുണ്ടായിരുന്നില്ല. അവരുടെ കൂട്ടുകാരൻ നഷ്ടമായതിൻ്റെ വേദനയിൽ ആയിരുന്നു. ആ കൂട്ടുകാരെ എല്ലാവരെയും അവരുടെ അച്ഛനമ്മമാർ ചേർത്ത് നിർത്തുമ്പോൾ മിഥുൻ്റെ അച്ഛനും അമ്മയ്ക്കും ഇനി അങ്ങനെ ചേർത്ത് നിർത്താൻ മിഥുനില്ല എന്ന യാഥാർത്ഥ്യത്തെ ഏറെ വേദനയോടുകൂടിയാണ് ഉൾക്കൊള്ളേണ്ടി വരുന്നത്. 13 വയസ്സുവരെ വളർത്തിയ ആ അച്ഛൻ്റെയും അമ്മയുടെയും നൊമ്പരം, അതിനോടൊപ്പം ഒരു നാട് ഒന്നടങ്കം പങ്കുചേരുന്നു. വലിയ പ്രതീക്ഷകളോടെ, സ്വപ്നങ്ങളോടെയാണ് മിഥുനെ വളർത്തിയിരുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വലിയ ബുദ്ധിമുട്ടുകൾ നേരിട്ടിരുന്ന, ചോർന്നൊലിക്കുന്ന ഒരു വീട്ടിൽ ആയിരുന്നു മിഥുൻ വളർന്നത്. അതിൽ നിന്നൊക്കെ സാഹചര്യം മാറണം എന്ന് ആ കുടുംബം ഏറെ ആഗ്രഹിച്ചിരുന്നു. പക്ഷേ ആ സ്വപ്നയാത്രയിൽ മിഥുനെ അവർക്ക് പാതി വഴിയിൽ നഷ്ടമാകുന്നു. മിഥുനില്ലാതെയാണ് ഇനി അവർക്ക് മുന്നോട്ട് പോകേണ്ടത്. അത് ഏറെ പ്രയാസകരമായിരിക്കും എന്നതിൽ സംശയമില്ല. ആ കുടുംബത്തിന് ആ ഒരു നഷ്ടത്തിൽ നിന്ന് കരകയറാൻ ഇനിയും കാലം ഏറെ വേണ്ടിവരും. ഈ ആൾക്കൂട്ടങ്ങൾ ഇന്ന് കഴിഞ്ഞാൽ അവരോടൊപ്പം ഉണ്ടാകണമെന്നില്ല. പിന്നീട് ആ നഷ്ടത്തെ അവർ ഒറ്റയ്ക്ക് ഉൾക്കൊള്ളേണ്ട സാഹചര്യമുണ്ടാകുന്നു. മിഥുൻ്റെ മുത്തശ്ശിയുടെ അലമുറയിട്ടുള്ള ആ കരച്ചിലിൽ അത് വ്യക്തമായിരുന്നു. മിഥുനെ തിരിച്ചു തരൂ എന്ന് പറഞ്ഞാണ് അവർ കരഞ്ഞത്. അമ്മ സുരക്ഷിതമായി നോക്കണമെന്ന് ഏൽപ്പിച്ച് മടങ്ങിയതാണ്. ആ ഒരു വീഴ്ചയും വരാതെയാണ് ഓരോ ദിവസവും സ്കൂളിലേക്ക് മിഥുനെ അയച്ചിരുന്നത്. അവൻ ഏറെ സന്തോഷത്തോടെ, കളിചിരികളോടെ തിരിച്ചു വരും എന്ന് പ്രതീക്ഷിച്ച് അന്നും യാത്രയാക്കിയതാണ്. പക്ഷേ പിന്നീട് ആ കുടുംബത്തിന് ഇപ്പോഴും തിരികെ എത്താത്ത മിഥുനെ കാത്തിരിക്കുന്നു. വ്യാഴാഴ്ച വീട്ടിൽ നിന്ന് പുറപ്പെട്ടതാണ്, ഇതുവരെയും തിരികെ എത്തിയിട്ടില്ല. ഇനി മിഥുൻ ആ വീട്ടിലേക്ക് തിരികെ എത്തുകയാണ്. അതും അവസാനമായി അവൻ എത്തുന്നു എന്നതാണ്. ആ കുടുംബത്തിനും അത് ഉൾക്കൊള്ളുക എന്നത് പ്രയാസകരമാണ്. മിഥുൻ്റെ സഹോദരൻ അനിയനാണ് മിഥുനുള്ളത്. അനിയനും ദുഃഖത്തോടെ ആണ് ഈ ദിവസങ്ങൾ, ഈ മണിക്കൂറുകളൊക്കെ തള്ളി നീക്കിയത്. അങ്ങനെ അങ്ങേയറ്റം വേദനാജനകമാകുന്ന സമയമാണ് മിഥുൻ്റെ കുടുംബം നേരിടുന്നത്.